ഹലോ, അപ്പോൾ എല്ലാവർക്കും അവർ സ്റ്റോറീസിൻ്റെ തേക്കടിയിലെ വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടോ വന്നത്. സ്പൈസ് ചിമ്നി എന്ന് പറഞ്ഞിട്ട് തേക്കടിയിൽ നമ്മളെ ബാംബു ഗ്രൂവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. കുറച്ചൊരു ദൂരം നടക്കാനേ ഉള്ളൂ. ഞങ്ങൾ വണ്ടി എടുത്തില്ല, നടന്നിട്ട് അങ്ങോട്ട് വന്നത്. അങ്ങനെ അവിടെ പോയിട്ട് മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ മീൽസ് ഓർഡർ ചെയ്ത് രസവും സാമ്പാറും കൊണ്ടുവച്ചു. പിന്നെ അതിൽ കുറേ ഐറ്റംസ് അവർ അങ്ങനെ പ്ലേറ്റിൽ ചോറിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചാർ, പിന്നെ എന്തോ ഒരു സംഭവം എന്താ എനിക്ക് മനസ്സിലായില്ല. പയറിൻ്റെ ഉപ്പേരി, പിന്നെ മോരുകറി, പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ആയിട്ട് നെയ്മീൻ കറിയും അതേപോലെ തന്നെ ചിക്കൻ്റെ ഫ്രൈയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയിട്ട് ഒരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ പോയി ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ച് ഇനിയിപ്പോൾ അതൊക്കെ നടന്ന് റൂമിലേക്ക് തന്നെ പോവാണ്. ഒക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇനി റൂമിലേക്ക് തന്നെ പോവാണ്. ഇവിടെ കുറേ പാർക്കിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മൂന്നാറിന് സ്ട്രെയിറ്റ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നതുകൊണ്ട് ഏട്ടന് കുറച്ച് ടയേർഡാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇനി പുറത്തൊക്കെ ഒന്ന് കാണാൻ പോവാം. അപ്പോൾ ഇനി പോകുമ്പോൾ കാണാം കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. സമയം ഇപ്പം 3:28 കേട്ടോ. 3:28 പക്ഷെ കാണുമ്പോൾ കുറേ നേരം വയ്ക്കുക പോലെ ഉണ്ട്. എങ്ങോട്ടെങ്കിലൊക്കെ നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് എലഫൻറ്റ് ക്യാമ്പിലേക്കാണ് കേട്ടോ. അവിടെ കുറേ സംഭവങ്ങളുണ്ട്, മാജിക്ക്, അതേപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ആർട്ട് ഫോംസ് ഒക്കെ അവിടെ അവർ പെർഫോം ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ആനപ്പുറത്ത് കയറാം. ഇന്നേ ഒരു ആനപ്പുറത്ത് കയറിയിട്ടില്ല. അങ്ങനെ നേരെ പോയി ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 500 രൂപയാട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങൾ 1000 രൂപ പേ ചെയ്ത് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങളൊരു 3:45 ആയപ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ നല്ല തിരക്കായിരുന്നു. ഞങ്ങളുടെ ഏകദേശം ലാസ്റ്റ് ആയിരുന്നു ടിക്കറ്റിൻ്റെ നമ്പർ വന്നിട്ട്. അപ്പം കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും മനസ്സിലായി. എന്തായാലും 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എന്നാലും കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. കുറേ ആനകൾ പോകുന്നതും ഈ ഒരു വഴിയിലൂടെ പോയിട്ട് ഈ ഒരു വഴിയിലൂടെയായിട്ട് തിരിച്ചു വരും. ഏകദേശം 1 കിലോമീറ്റർ ആനപ്പുറത്ത് ട്രാവൽ ചെയ്യാനുള്ളൊരു സംഭവമാട്ടോ ഈ ഒരു ഇതിൽ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ആന വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് ആനപ്പാപ്പന്മാരെടുത്ത് അവർക്ക് എന്തോ കുറച്ച് ചെറിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആനൻ്റെ കൂടെ ഫോട്ടോ എടുത്തു തരുകയും ചെയ്യും. 100 രൂപ അങ്ങനെയാണെന്നാ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കുക. അങ്ങനെ കുറേ സമയം നമുക്ക് പോകുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാട്ടോ. കാരണം ഈ കയറിയ ആൾക്കാരൊക്കെ പിന്നെ ഫോട്ടോ എടുക്കാൻ പോകും. അങ്ങനെ കുറേ സമയം അവിടെ പോകുന്നുണ്ട്. പിന്നെ നിന്ന് കുറേ ബോറടിച്ചപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോൾ മരത്തിലൊക്കെ ഓറഞ്ചാ തോന്നുന്നുണ്ട്, നിറയെ ഓറഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ എടുത്ത് ഇവരൊക്കെ ടാറ്റ ഇരുന്ന് ഇരിക്കുകയാണ്. ഇപ്പോൾ ക്യാമറ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ആർക്കാ ടാറ്റ കൊടുത്തോണ്ടിരുന്നതെന്ന്. അയ്യോ ചെറിയതാട്ടോ, ഹൈറ്റ് തീരല്ല പാവോ. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര മടുപ്പ് തോന്നി. ഞങ്ങൾ ഐസ്ക്രീം പോയി കഴിച്ചു, കുറേ നേരം ഇരുന്നു. ഏട്ടൻ പിന്നെ കുറേ നേരം അപ്പുറത്തൊക്കെ പോയിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 5:45 കഴിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര മടുപ്പായി തുടങ്ങി. പിന്നെ ഒന്നാമത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒറ്റ മലയാളീസ് ഇല്ല, എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. അപ്പോൾ അവർ കുറേ പേര് ഇങ്ങോട്ട് ഇരുന്നൊക്കെ കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന് പറയുമ്പോൾ ഞാൻ കുറേ കഥകളൊക്കെ കേൾക്കും. അങ്ങനെ കുറേ സമയം അങ്ങനെ കുറേ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഏകദേശം ഞങ്ങൾ സമയമൊക്കെ ആയി തുടങ്ങി. ഏകദേശം ഈ ഒരു ഫാമിലി കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കയറിക്കൊള്ളാൻ പറഞ്ഞത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാട്ട്. ഇനി അപ്പോഴത്തേക്കിനും മൊത്തം ഇരുടായിട്ട് നമുക്ക് ആനപ്പുറത്ത് പോകുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റാത്ത ഇതന്നെയായ അവസ്ഥ. തൊട്ട് മുന്നേ പോയവരൊക്കെ ഇങ്ങനെ ഈ ഏലത്തിൻ്റെയും അങ്ങനെ കാപ്പീൻ്റെയും ഒക്കെ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്, കുരുമുളക്. അപ്പോൾ അവിടെ പോയി വരുമ്പോൾ അതൊക്കെ പറിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. ചിലവർ അത് കണ്ട് നല്ല എക്സൈറ്റഡ് ആയിട്ട് പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളെ കാര്യം നേരെ ഓപ്പോസിറ്റാണ്. ഇരുട്ടത്താണ് ആനപ്പുറത്ത് പോകാൻ പോകുന്നത്. അതേപോലെ തന്നെ ലാസ്റ്റത്തെ ആൾക്കാരാട്ടോ ഞങ്ങൾ. ആനപ്പുറത്ത് അന്നുള്ളതിൽ ലാസ്റ്റത്തെ പാസ് ഞങ്ങളുടെയായിരുന്നു. ഞാൻ ഇങ്ങനെ ഇട്ടാ പോരെ? ചേട്ടാ അങ്ങനെ മുന്നേ പോവല്ലേ.
അവിടെ കുറേ ആൾക്കാരായല്ലോ. അയ്യോ നമ്മുടെ സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ. അയ്യോ ഞങ്ങളിവിടെ മരത്തിന്റെ സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ ആനപ്പുറത്തിരുന്ന് നന്നായിട്ട് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ താഴത്തിരിക്കുന്ന പാപ്പാൻ ഒരക്ഷരം കേൾക്കുന്നില്ല. ആനയോട് വാ, ആന ഇപ്പുറത്തോട് വാന്ന് പറഞ്ഞപ്പോൾ ആന മേലെ മരം ഉണ്ടോയെന്നൊന്നും നോക്കിയില്ല. ആന ആ മരത്തിൻ്റെ ആ മുകളിൽ കൂടെയൊക്കെ ആ കൊമ്പിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞങ്ങളെ കൊണ്ട് അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ആർത്ത് കറിഞ്ഞത്. ഞങ്ങൾ ആനേൻ്റെ പുറത്തൊക്കെ കയറി എന്നിട്ട് എന്താ പറയാൻ വന്ന് കൊറേ നേരം കാത്തു നിന്ന് ഇന്നത്തെ ലാസ്റ്റ് താനെന്റെ പുറത്താ കയറിയത്. അപ്പൊ പാപ്പ വിചാരിച്ചത് ഞങ്ങൾ ഹിന്ദിക്കാരാണ്. എന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചു, ഇരുടല്ലേ, ഇരുട്ടത്താ പോകുന്നത്. എനിക്ക് ഒന്നാമത് ആന ഇടഞ്ഞു പോകുന്നതൊക്കെ അപ്പൻ്റെ മനസ്സിൽ വന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും പാപ്പാനൊന്നും കേൾക്കില്ല. പാപ്പാൻ മുന്നിൽ നടന്നു പോവുക. ലാസ്റ്റ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചോദിച്ച്, നിങ്ങൾ മലയാളീസാണോ? ഇത്രയും നേരം ഞങ്ങളൊരു ഒച്ച ഉണ്ടാക്കിയില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ മുകളിൽ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, പാപ്പാനൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇനി റൂമിലേക്ക് പോവുകയാണ്. ഇനി നാളെ രാവിലെ നമുക്ക് ബോട്ടിംഗ് ഉണ്ട്. അപ്പം ഞങ്ങൾ വേഗം, അതായത് ഇതിൻ്റെ നമ്മളെ റൂമിൻ്റെ ബാക്കിൽ തന്നെ എല്ലാം അവിടെ ഫുഡിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ബോട്ടിംഗ് ഉണ്ട്, ബോട്ടിങ്ങിന് പോകണം. അപ്പം അതാണ് ഇനി നെക്സ്റ്റ് പ്ലാൻ. ഇതൊക്കെയാട്ടോ ഇവിടുത്തെ നൈറ്റ് വ്യൂസ്. ഈ ബാംബൂ ഗ്രൂവിൻ്റെ ഉള്ളിൽ നല്ല ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ഇന്ന് ഈ നൈറ്റ് വ്യൂ ഒക്കെ ആയിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ